ഗാസയുടെ ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങുന്ന ക്രൂ 11 ഭൂമിയിലേക്ക് തിരിച്ചു. ഡ്രാഗന്റെ അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയായി. പേടകത്തിന്റെ മടക്കയാത്ര നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ വംശജനായ റോണക് ദോവെ. പേടകം ഉച്ചയ്ക്ക് 2:15 കാലിഫോർണിയയിലെ തീരത്ത് ഇറങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നാസയുടെ ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങുന്ന ക്രൂ 11 ഭൂമിയിലേക്ക് തിരിച്ചു. ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ ആരോഗ്യനില കണക്കിലെടുത്താണ് മടക്കം. അതോടൊപ്പം ഡ്രാഗൺ അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയായതായി മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെ? തീർച്ചയായും രോഹിണി, ഈ ആരോഗ്യ പ്രശ്നം ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തരമായി അദ്ദേഹത്തെ താഴെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ദൗത്യം, അതായത് 6 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആ ദൗത്യം ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നേരത്തെ അവസാനിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നാസയുടെ അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ ബഹിരാകാശ നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ചെത്തുന്നവരുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് അവരെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാലാവധി കുറയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് തീർച്ചയായും ചില പരാജയങ്ങളുടെ, അതായത് എന്തെങ്കിലും ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുടെയും അവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുമുണ്ടായ ഒരു പരിമിതിയുമാണ്. ആ പരിമിതി കൃത്യമായി കണ്ടെത്തേണ്ട അനിവാര്യത ഈ മെഡിക്കൽ എമർജൻസിയിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അടിയന്തരമായി ഇവരെ തിരിച്ചിറക്കുന്നത്. നേരത്തെ രോഹിണി ചോദിച്ചതുപോലെ ഈ അൺഡോക്കിംഗ് എന്ന പ്രക്രിയ, അതായത് നമുക്കറിയാവുന്നതാണ് ഡ്രാഗൺ പേടകം, ഈ ക്യാപ്സ്യൂൾ പോലിരിക്കുന്ന ഈ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുക. ആ ഉറപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺഡോക്കിംഗ് സ്വാഭാവികമായും അത് വിടർത്തി മാറ്റുന്ന ഒരു രീതിയാണ്. അത്തരത്തിൽ അൺഡോക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. കാരണം ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഈ ബഹിരാകാശ നിലയം. ആ ബഹിരാകാശ നിലയത്തിൽ നിന്ന് അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന രീതിയിൽ ഈ ബഹിരാകാശ പേടകത്തെ, അതേ വേഗതയ്ക്ക് അനുസൃതമായ വെലോസിറ്റിയിൽ ഈ പേടകത്തെ വിടുവിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു വെല്ലുവിളി ആ സാഹചര്യത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അൺഡോക്കിംഗ് ഏറ്റവും പ്രാധാന്യമാകുന്നതും ഡോക്കിങ്ങും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ അൺഡോക്കിംഗ് വിജയകരമായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി കാലിഫോർണിയൻ തീരത്ത്, കാലിഫോർണിയൻ ഉൾക്കടലിൽ വന്നിറങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആ കാലിഫോർണിയ നമുക്കറിയാവുന്നതാണ്. സുനിത വില്യംസും അതുപോലെ നിരവധിയായി പരീക്ഷണങ്ങളുടെ ഭാഗമായി തിരിച്ചെത്തുന്നവർ കൃത്യമായും 4 പാരച്യൂട്ടുകൾ വിടർത്തി കൃത്യമായി അത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ വന്നിറങ്ങുകയും അവിടെ നിന്ന് റിക്കവറി ഷിപ്പ് വഴി ഇവരെ പുറത്തെത്തിക്കുകയും ചെയ്യുക. സുനിത വില്യംസിനെയൊക്കെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് മറക്കാനാവാത്ത അത്രയും ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെയുള്ള പ്രോസസ്സായിരിക്കും നടക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഒരു മെഡിക്കൽ എമർജൻസി ഉള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധനകളും അത്തരത്തിൽ കുറേ കൂടി ഗൗരവമേറിയൊരു നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. അല്പസമയത്തിനകം നാസയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ആരോഗ്യ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് ദൗത്യം നേരത്തെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഓഗസ്റ്റ് 1 എത്തിയ ആ ടീമിനെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അൺഡോക്കിംഗ് നടന്നതിന് ശേഷം ഇനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ച് കൃത്യമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കൃത്യമായ വെലോസിറ്റിയിൽ താഴേക്ക് വന്നതിന് ശേഷം പൂർണ്ണമായും പാരച്യൂട്ടുകളുടെ പിന്തുണയോടെ വളരെ സ്മൂത്തായി സമുദ്രോപരിതലത്തിൽ ഇറങ്ങുകയും ഫ്ലോട്ടുകൾ തുറക്കുകയും അതുപോലെ ഉയർന്നു നിൽക്കുന്ന, അതായത് ഈ ഫ്ലോട്ടുകൾ കൃത്യമായി പ്രവർത്തിക്കുകയും ആ ഫ്ലോട്ടുകൾ ആവശ്യമെങ്കിൽ ഫ്ലോട്ടുകൾ ഡിപ്ലോയ് ചെയ്ത് ഉയർന്നു നിൽക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുക, പിന്നീട് റിക്കവർ ചെയ്യുക. ഇതെല്ലാം തന്നെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതുമാണ്. ആ പ്രോസസ്സായിരിക്കും ഇനി നടക്കുക. ആദ്യമായാണ് ഇത്തരത്തിലൊരു വെല്ലുവിളി ബഹിരാകാശ ഗവേഷണ രംഗം നേരിടുന്നത്. അത് ബഹിരാകാശ യാത്രികൻ്റെ ആരോഗ്യ പ്രശ്നമെന്നതും ഒരു പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയമാണ്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങുന്ന ക്രൂ 11 ഭൂമിയിലേക്ക് തിരിച്ചു. ഡ്രാഗൺ അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയായി.